വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പഴയ കുറച്ച് ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ടൊരു റൂം ഡെക്കർ ചെയ്യാമെന്ന് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് ഇതേപോലെ പഴയ കുറച്ച് ക്ലോത്ത്സ് വേണം. അപ്പോൾ നിങ്ങൾ ക്ലോത്ത്സ് എടുക്കുമ്പോൾ ഒന്ന് ഇതേപോലെ വലിയൊരു പീസ് എടുക്കുക. അത് വൈറ്റിന് കിട്ടുകയാണെങ്കിൽ വൈറ്റ് എടുക്കുന്നതാവും ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് ആയാലും മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ പീസ് ക്ലോത്താണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇതേപോലെ പല കളറും മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. സോ ഫസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വലിയ പീസ് എടുത്തിട്ട് അത് ഇതേപോലെ പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്തിൽ വിഡ്ത്തായിട്ട് 25 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 33 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തുകൊണ്ട് വിഡ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 25ൻ്റെ പകുതി 12.5 മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് ഇതിനേക്കാളും കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറക്കാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ഒരു മീഡിയം സൈസ് ഉണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ ഒരു 10 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ലോപ്പ് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പണിംഗ് സൈഡിലാണ്. നമ്മൾ ഫോൾഡ് വരുന്ന ഭാഗത്തല്ല, ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ്. എന്നിട്ട് നമുക്കത് മറ്റേ കോർണറിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മടക്കിയിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് നമുക്കിതിൻ്റെ മുകൾ സൈഡ് ഒഴിച്ചിട്ട് ബാക്കി 4 സൈഡിലും ഇതേപോലെ 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ സൈഡിൽ ഗമ്മാക്കിയിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. നോർമലി നമ്മൾ ഈ ബാനർ ചെയ്യുമ്പോൾ ഈ ഗമ്മാക്കുന്നതിന് പകരം സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യാറ്. ഇത് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്നെങ്കിൽ മെഷീൻ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ചിട്ട് കൈകൊണ്ട് തുന്നി കൊടുക്കും. പക്ഷെ ഞാനിപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അതേ പെർഫെക്ഷനിൽ തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ മുകൾ സൈഡിലും ഒരു 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗ്ലൂ എടുക്കുമ്പോൾ ഫാബ്രിക് ഗ്ലൂ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതാവും ക്ലോത്തിനൊക്കെ ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതേപോലെ ഫെവിബോണ്ടോ ഹോട്ട് ഗ്ലൂവോ ഏതായാലും മതി. ഇനി നമുക്ക് നമ്മൾ ഈ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ പീസ് നോക്കി കുറച്ച് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഓൾറെഡി ഞാനൊരു A4 ഷീറ്റിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെറ്റേഴ്സൊക്കെ ഇതേപോലെ എഴുതിയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ബാനറിൽ ആഡ് ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള ലെറ്റേഴ്സാണ് നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വരേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ ലെറ്ററും ഇതേപോലെ ഫെവിഗോൾ യൂസ് ചെയ്തിട്ട് ഈ ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിഗോൾ ആക്കുമ്പോൾ ഒരുപാട് ആക്കരുത്, കുറച്ച് മാത്രം ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഗ്ലൂവിൻ്റെ മാർക്ക് ക്ലോത്തിൽ കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലെറ്റർ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അത് തിരിച്ചു വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നേരെ ഒട്ടിച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ക്ലോത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇതുപോലെ പേപ്പർ ഈ ക്ലോത്തിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള കാരണം, നമ്മൾ എടുത്തിട്ടുള്ളത് പല ടൈപ്പ് ക്ലോത്ത് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറും പല രീതിയിലായിരിക്കും. ഓരോ ക്ലോത്തിനും ഓരോ ടൈപ്പ് ടെക്സ്ചർ ആയിരിക്കും. സോ നമ്മളിത് ഈ ബാനറിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ അത് കാണാനൊരു കറക്റ്റ് ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് എല്ലാം ഒരേപോലെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഏകദേശം ഒരേ ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനതിപ്പോൾ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ക്ലോത്തിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എവിടേക്ക് വരണം എന്ന് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കാം.
പിന്നെ ചില ക്ലോത്തൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ നൂല് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇതേപോലെ ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. എല്ലാം അങ്ങനെ ചെയ്യണ്ട, ഏതൊക്കെയാണോ അതേപോലെ ഉള്ളത് അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ഞാനതൊക്കെ ഈ ക്ലോത്തിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഗമ്മാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതേപോലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത്സ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ കാണാനും നല്ല രസമുണ്ടാവും. പിന്നെ നിങ്ങൾ ലെറ്റർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് മാച്ച് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഇതേപോലെ അടുത്തടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. 2 ഡാർക്ക് കളേഴ്സ് അടുത്തടുത്ത് വെക്കാതിരിക്കുക, അതേപോലെ 2 ലൈറ്റ് കളേഴ്സ് അടുത്ത് വെക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് മാച്ച് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അങ്ങനെ അത് കംപ്ലീറ്റ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് വൈറ്റ് കളറ് പോം ലേസാണ്. അപ്പോൾ ആ ലേസ് ഞാൻ അതിൻ്റെ താഴെ മാത്രം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇതേപോലൊരു വുഡൻ സ്റ്റിക്കാണ്. നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഇതേപോലുള്ള ഒരു മരത്തിൻ്റെ വടി എടുത്താൽ മതി. ശരിക്കും ഈ ബാനറിന് യൂസ് ചെയ്യൽ ബാംബൂ സ്റ്റിക്കാണ്. അപ്പോൾ ബാംബൂ സ്റ്റിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് അത് തന്നെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിക്കി ക്ലോത്തിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് സൈസൊക്കെ കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്യുക. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് നമുക്ക് 2 സൈഡിലും എക്സ്ട്രാ വേണം, എന്നാലേ നമുക്കിത് ഹാങ് ചെയ്തിടാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഈ സ്റ്റിക്കിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ജൂട്ട് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോർഷനിലാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഈ ക്ലോത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്ററിലുള്ള പോർഷൻ കാണൂലല്ലോ. അപ്പോൾ വെറുതെ അവിടെ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ 2 സൈഡും മാത്രം ജൂട്ട് വെച്ചിട്ട് കവർ ചെയ്താൽ മതി. അങ്ങനെ ഞാനിത് ജൂട്ട് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഞാൻ ജസ്റ്റ് ലൈറ്റർ വെച്ചിട്ട് ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ള നാരുകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സ്റ്റിക്ക് ഈ ക്ലോത്തിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു ജൂട്ട് വെച്ചിട്ട് ഇതിൻ്റെ 2 സൈഡിലും ഒന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് എത്ര ഹൈറ്റാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 2 സൈഡിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാനർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു യൂസും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വെറുതെ കളയുന്ന ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റൂമിൽ ചുമരിലോ അല്ലെങ്കിൽ ഡോറിലോ ഒക്കെ ഇതേപോലെ ഹാങ് ചെയ്തിടാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആണി അടിച്ചിട്ട് അതിന്മേൽ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ടിപ്പിൽ സെല്ലോ ടേപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. ഇതധികം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതവിടെ ഒട്ടി നിന്നോളും.
just all the time. I'm falling for you.